ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ രാവിലെ തന്നെ കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ കിച്ചണിലെ ടൈം പീസ് പണി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ 5 മണിയാണ്, ശരിക്കും 6 മണി ആയിട്ടുണ്ട് കേട്ടോ. കിച്ചണിലെ ടൈം പീസ് പണി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പണി കിട്ടും. കാരണം എന്താ വെച്ചാൽ രാവിലെ നമ്മൾ അത്രയും കറക്റ്റായിട്ടുള്ള ഷെഡ്യൂളിലാണ് കാര്യങ്ങൾ പോവാട്ടോ. 6 മണിക്ക് കിച്ചണിലെത്തിയാലും 6:30 to 8 മണിയാണ് എൻ്റെ കുക്കിംഗ് ടൈം. ഈ ടൈമിൻ്റെ ഉള്ളിൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും മോനെ പറഞ്ഞയക്കാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതും എല്ലാ പണിയും ഞാൻ തീർക്കും. അതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ അവിടെ പുറത്ത് ഊഞ്ഞാലിൽ പോയിരുന്ന് കുറച്ച് നേരം ആടും. അല്ലെങ്കിൽ ഇതാ എന്നെ അറിയുന്നവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ മടിയായിട്ടിരിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യാൻ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഗാർഡനിങ്. അപ്പോൾ ആ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം കൊടുത്ത് അവിടെ സെറ്റാക്കി വെച്ചു കേട്ടോ. ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങ് സ്റ്റാർട്ടായിക്കോളും. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവും. പിന്നെ ഇതാ അടുത്ത പരിപാടി വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ജീരക വെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ. ചിയാ സീഡ് വാട്ടർ എനിക്ക് ചെറിയ പണി തന്നോ എന്നൊരു സംശയം. ചിയാ സീഡ് ഒരുപാട് കുടിക്കുന്നതുകൊണ്ട് ചെറിയൊരു പണി കിട്ടിയോ എന്നൊരു സംശയം. അപ്പോൾ ജീരക വെള്ളത്തിലേക്ക് മാറി. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് വെച്ചു. ജിമ്മ് പോകുമ്പോൾ എടുത്ത് പോകാനുള്ളതാണ് കേട്ടോ അത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 8 മണി വരെ ഞാൻ കുക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ അപ്പോഴേക്കിന് തീരും കേട്ടോ. അപ്പോഴേക്കിന് ചോറും കറിയും അതേപോലെ തന്നെ മോന് ലഞ്ചിനുള്ളതും ഒക്കെ റെഡിയാവും. ബ്രേക്ക്ഫാസ്റ്റും റെഡിയാവും. വളരെ കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതാ മോന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു പയറ് മെഴുക്കുവരട്ടിയും അതേപോലെ തന്നെ പൊട്ടാറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് 8 മണിയായിട്ടുണ്ടെങ്കിൽ പിന്നെ 8 to 9 മോന് വേണ്ടിയിട്ടുള്ള ടൈമാട്ടോ. അവനെ റെഡിയാക്കലും ഫുഡ് കൊടുക്കലും കയറ്റി വിടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 മണിയാവും അപ്പോക്കിന്. പിന്നെ 9 to 10 എൻ്റെ ക്ലീനിങ് ടൈമാണ്. ആ 1 മണിക്കൂർ കൊണ്ട് എന്തെല്ലാം ക്ലീനിങ് പരിപാടികൾ ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. പിന്നെ ബാക്കി എന്ത് പരിപാടി ഉണ്ടെങ്കിലും വൈകുന്നേരം വന്നിട്ട് അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വാച്ച് പണി മുടക്കിയിട്ടില്ലെങ്കിൽ ആകെ സ്റ്റക്കാവും കേട്ടോ. ബാറ്ററി കഴിഞ്ഞാൽ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. ഇപ്പോൾ ടൈമിൻ്റെ വില ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ടൈം പോകണമുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ബിസി ആയിട്ട് പോകുന്നത് ഞാൻ കുറച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കാര്യമാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ കാര്യങ്ങൾ. അപ്പോൾ ഇതാ 8 മണിയായി. ഇനിയിപ്പോൾ മോനെ ഉണർത്തട്ടെ, അവനെ പറഞ്ഞു വിടാനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇനി വീണ്ടും കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.